ഗൈസ് വെൽക്കം. സോ ഇന്ന് ന്യൂസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമുക്കറിയാം. അദാനി ഇഷ്യൂ ആയിട്ടാണ്. അതായത് അദാനിക്കെതിരെയുള്ള യു എസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, റൈറ്റ്? സോ അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അറിയായിരുന്നു അത് റിയലി മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതുപോലെയുള്ള ന്യൂസസൊക്കെ എല്ലാ സമയത്തും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. സ്പെഷ്യലി അദാനി പോലെയുള്ള ഒരു മൾട്ടി ബില്യൺ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സാണ്. സോ സ്വാഭാവികമായിട്ടും അത് അഫക്റ്റ് ചെയ്തേ മതിയാവും. ദാറ്റ്സ് വൺ സൈഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡൗൺ ആണ്, സോ ഓൾവേസ് ലുക്ക് ഫോർ ഷോർട്ട് ട്രേഡ്സ്. അതാണ് നമ്മളുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. കാരണം ലോങ് ട്രേഡ്സ് പോകാനാകുമ്പോൾ നോർമലി അതിനുള്ള എല്ലാ സിഗ്നൽസും മാർക്കറ്റ് തന്നെ തരും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ രണ്ട് തരത്തിലാണ് ട്രേഡ് ചെയ്യുക. ഒന്ന്, എല്ലാ സിറ്റുവേഷനിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇപ്പം ഞാൻ ചെയ്യുന്ന അതാണ്. എനിക്ക് ഇത് ഏത് മാർക്കറ്റ് കണ്ടീഷനിലും ഇത് ഞാൻ ട്രേഡ് ചെയ്യും, ഷോർട്ടോ അല്ലെങ്കിൽ ലോങ്ങോ എന്നുള്ള രീതിയിൽ. പിന്നെ വേറെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാറുണ്ട്. സ്വിംഗ് ട്രേഡിംഗ്, ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ആയിക്കോട്ടെ, പുൾ ബാക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, സ്റ്റോക്സിൽ അത് നമ്മൾ ചെയ്യുന്നത് നോർമലി ലോങ് സൈഡിൽ മാത്രമാണ്. ഈ ലോങ് സൈഡിൽ മാത്രം ചെയ്യുമ്പോഴുള്ളൊരു ചെറിയൊരു സൈഡ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള സമയങ്ങളിൽ ജസ്റ്റ് ഇരുന്ന് സമയം കളയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു പോയിൻ്റ്, അതിനുശേഷം മാർക്കറ്റ് ഒരു ട്രൈ പോലും നടത്തിയിട്ടില്ല ശരിക്കും മുകളിലേക്ക് പോകാൻ. സോ ഇതുപോലെയുള്ള സമയത്ത്, ഇതുപോലെയുള്ള ഡൗൺ മൂവിൻ്റെ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുപോലെയുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ. എന്ന് വെച്ച് അതുപോലെയുള്ള സ്ട്രാറ്റജി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോശമാണെന്നാണോ? ഒരിക്കലുമല്ല. കാരണം ബിഗ് ട്രേഡേഴ്സൊക്കെ പല സമയത്തും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നെഗറ്റീവ് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് സൈഡ് ലൈനിൽ ഇരുന്ന് വാച്ച് ചെയ്യും, പ്രിപ്പയറിങ് ഫോർ ദ നെക്സ്റ്റ് മൂവ്. ഇപ്പോൾ ഞാൻ നോർമലി എൻ്റെ സ്വിംഗ് ട്രേഡ് നമുക്കറിയാം, നോർമലി ഡെയിലി ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഞാനിപ്പം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ്, അതായത് എല്ലാ സെക്ടേഴ്സിലും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ഡെയിലി സ്കാനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ നോക്കി വെക്കുകയാണ്. കാരണം മാർക്കറ്റ് എന്ത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് മൂവ് അപ്പ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ റെഡി ആയിരിക്കണം. കാരണം ഇപ്പോൾ അധികം കറക്റ്റ് ചെയ്യപ്പെടാത്ത സ്റ്റോക്സ് ആയിരിക്കും ആ സമയത്ത് ബെസ്റ്റ് പെർഫോമൻസ് നോർമലി കൊടുക്കുക. സോ നിങ്ങൾ നോർമലി ഒരു വർക്കിംഗ് പ്രൊഫഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി സ്റ്റോക്സ് വാച്ച് ചെയ്യുക. ഏതൊക്കെ സ്റ്റോക്കാണ് ഇപ്പോഴത്തെ ഈ കണ്ടിന്യൂസ് ഡൗൺ മൂവിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കുക, വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ച് ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടില്ല. ആക്ഷൻ എടുക്കേണ്ട സമയമാകുമ്പോൾ സ്ലോലി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തന്നെ തരും. ഹാവിങ് സെഡ് ദാറ്റ്, നമ്മളുടെ ട്രേഡ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഈ അപ്പ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് രണ്ട് ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആ ഏരിയ എന്ന് പറയുന്നത് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നോർമലി ഇപ്പോൾ ഇന്നത്തെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം എക്സ്പയറി ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി ബിഗ് പ്ലെയേഴ്സ് അവരിത് മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോകാൻ തന്നെയാണ് നോർമലി പ്രിഫർ ചെയ്യുക. സോ അതുപോലെ തന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം സ്റ്റോക്സ് ഡെഫിനറ്റ്ലി എല്ലാ സ്റ്റോക്സും മൂവ് തന്നിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോക്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം നിഫ്റ്റിയുടെ ഒരു രണ്ട് ലൈൻ വരച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഏരിയ വളരെ സ്ട്രോങ് ആണെന്നുള്ളത്. അതിൻ്റെ ബോട്ടം സൈഡ് ഏരിയ ഇപ്പോഴും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നാളെയുള്ള രണ്ട് ചാൻസസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം മാർക്കറ്റ് ആ ഒരു സൈഡിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതൊരു പ്രോബബിലിറ്റിയാണ്. ബട്ട് ഏത് സൈഡിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള ഏരിയയ്ക്ക് ശേഷം മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും ഈ ഒരു റേഞ്ചിനുള്ളിലേക്കാണ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ അത് മൂവ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. സോ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അധികം ബോധരാവേണ്ട കാര്യമില്ല. ലോങ് സൈഡാണോ ഷോർട്ട് സൈഡാണോ അങ്ങനെയൊന്നും ബോധരാവേണ്ട കാര്യമില്ല. ആസ് ഓഫ് നൗ നമുക്കുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഷോർട്ട് സൈഡ് തന്നെയാണ്. എന്ന് വെച്ച് ലോങ് വരികയാണെങ്കിൽ നമുക്ക് ഇനഫ് ഓപ്പർച്യൂണിറ്റി കിട്ടും നമുക്കൊരു ലോങ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ്, ക്യാരി ചെയ്യാത്ത രണ്ട് ട്രേഡ്സ്, ക്യാരി ചെയ്ത രണ്ട് ട്രേഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും. ഒന്നാമത് നമ്മൾ എക്സിറ്റ് ചെയ്ത്, അതായത് അന്ന് തന്നെ എക്സിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ഹീറോ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാരുതി, ഇൻഡസിൻഡ് ബാങ്ക് ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സ്, ഈ 4 സ്റ്റോക്കിൽ ഏഷ്യൻ പെയിൻറ്റ് ഹീറോ ആണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാരുതി ആൻഡ് ഇൻഡസിൻഡ് ബാങ്ക് നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ചെറിയൊരു കാര്യം മനസ്സിലേക്ക് വന്നത്. ഇൻഫാക്റ്റ് ഞാനൊരു ബിഗ് മിസ്റ്റേക്കാണ് അവിടെ ചെയ്തത്. ഏഷ്യൻ പെയിൻറ്റും മാരുതിയും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ക്യാരി ചെയ്യേണ്ടിയിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് മാരുതി ആയിരുന്നില്ല, ഏഷ്യൻ പെയിൻറ്റ്സ് ആയിരുന്നു. ബിക്കോസ് നമുക്കറിയാം ചാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആക്ച്വലി വീക്കർ ചാർട്ട് എന്ന് പറയുന്നത് കമ്പയറിങ് ദ ടു മാരുതിയേക്കാളും ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനത് തിരിച്ചാണ് ചെയ്തത്. സോ ഇന്ന് എനിക്ക് ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു, ക്യാരി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അതിൻ്റെ മുകളിലൊരു ആണി എന്നുള്ള പോലെ ഇന്നത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആക്കി വീണ്ടും താഴേക്ക് പോയി. ബട്ട് എനിവേ നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇൻട്രാഡേ ട്രേഡ് ആയിട്ടില്ല, അത് ഞാൻ ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇൻഡസിൻഡ് ബാങ്ക് ആൻഡ് മാരുതി ഇതും രണ്ടും ട്രെയിൽ ചെയ്ത് ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് ആക്ച്വലി മാരുതി എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്ങിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി എവിടെയാണോ എൻ്റെ എൻട്രി ആ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ രണ്ടും ഒരുപാട് ഡീ റിസ്ക് ഇന്നലെ ചെയ്ത് പ്രോഫിറ്റ് ഒരുപാട് ബുക്ക് ചെയ്ത സ്റ്റോക്സാണ് രണ്ടും. സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ സ്റ്റോക്സിൻ്റെ ഒരു മൂവ് ഇനിയും ചിലപ്പോൾ ഒരു ഡൗൺ മൂവ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ ക്യാരി ചെയ്യുന്നത്. പിന്നെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ന്യൂസിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന 2 സ്റ്റോക്സ് എന്ന് പറയുന്നത് അദാനി പോർട്സും അദാനി എൻ്റർപ്രൈസസും ആണ്. ഇൻഫാക്റ്റ് ഈ 2 സ്റ്റോക്സും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ ലേൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയേഴ്സിൻ്റെ MTF ഫെസിലിറ്റിയെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ എന്താണ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്നുള്ളത്. ബിക്കോസ് എല്ലാം പോസിറ്റീവ്സ് അല്ല. എല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു ബ്രോക്കർ എന്തെങ്കിലും ഒരു ഓഫർ ചെയ്തു എന്ന് പറഞ്ഞത് 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. എല്ലാത്തിനും അതിൻ്റെ ഡൗൺ സൈഡ്സും ഉണ്ടാവും. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫയേഴ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ 2 കോഴ്സസും ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ അദാനി പോർട്സ് ആൻഡ് അദാനി ENT ഈ 2 സ്റ്റോക്സിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഗ്യാപ്പ് സർക്യൂട്ട് ആയിട്ടാണ് ഓപ്പൺ ആയത്. സർക്യൂട്ട് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇൻഫാക്റ്റ് ഇതിലുണ്ടായിരുന്നു. ബട്ട് ന്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും അത് നോർമലി ട്രേഡ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. ബട്ട് നോർമലി എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്റ്റോക്സ് സ്പെഷ്യലി ന്യൂസിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം US കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസാണ്. സോ ഡെഫിനറ്റ്ലി ഇതിന് മോർ ഡൗൺ സൈഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എൻ അസംഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗൺ സൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വിലയിൽ വാങ്ങിയിട്ട് വെറുതെ നിൽക്കുക എന്നുള്ളതല്ല. ഇനി ട്രേഡ് എടുത്തില്ലെങ്കിലും പ്രൈസ് ആക്ഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അതാണ് ഇതുപോലെയുള്ള കാര്യത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ എല്ലാ സമയത്തും ഡെയിലി 10% അല്ലെങ്കിൽ 5% മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് അപ്പ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് അതിൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. കാരണം ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 10 സ്റ്റോക്കോ 15 സ്റ്റോക്കോ വെച്ചിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത്രമാത്രം വെച്ചാൽ മതി ആസ് എ ബിഗിനർ എന്നുള്ളത്. മാക്സിമം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ടേ പറ്റൂ. സോ അതെങ്ങനെയാണെന്നുള്ള സ്ലോലി നമുക്ക് ഓരോ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.